Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. സൂറത്തു അൽ-അൻആം ആണ് നമ്മൾ തുടങ്ങി വെച്ചത്. അതിലൊന്നാമത്തെ ആയത്ത് അർത്ഥം പറഞ്ഞു ചെറിയൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون. അൽഹംദുലില്ലാഹി الذي خلق السماوات والأرض. ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനായ അല്ലാഹുവിന് സർവ സ്തുതിയും. വജഅല الظُّلُمَاتِ വന്നൂറ. ഇരുട്ടുകളെയും വെളിച്ചത്തെയും ഉണ്ടാക്കുകയും ചെയ്ത അല്ലാഹുവിന് സർവസ്തുതിയും. വജഅലൽ-ളുലുമാത്തി എന്നാണല്ലോ. വൽഹംദുലില്ലാഹില്ലദീ ജഅലൽ-ളുലുമാത്തി. ഇരുട്ടുകളെ നിശ്ചയിക്കുക, ഇരുട്ടുകളെ ഉണ്ടാക്കുക. വന്നൂറ വെളിച്ചത്തെയും. സുമ്മല്ലദീന കഫറു. പിന്നെ കാഫിറുകൾ ബിറബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട് യഅദിലൂൻ സമന്മാരെ ഉണ്ടാക്കുന്നു. ഒന്നുകൂടെ അർത്ഥം പറയാം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനായ അല്ലാഹുവിന് സർവസ്തുതിയും. വജഅലൽ ളുലുമാതി വന്നൂറ. ഇരുട്ടുകളെയും വെളിച്ചത്തെയും പടച്ചവനുമായ അല്ലെങ്കിൽ നിശ്ചയിച്ചവനുമായ. സുമ്മല്ലദീന കഫറു. പിന്നെ കാഫിറുകൾ ബിറബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട് റബ്ബിനെ കൊണ്ട് യഅദിലൂൻ സമന്മാരെ ഉണ്ടാക്കുന്നു. അൽഹംദുലില്ലാഹ്. ഹംദ് എന്ന സ്തുതി നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചതാണല്ലോ. അൽഹംദുലില്ലാഹ് സർവസ്തുതിയും എന്നാണ് നമ്മൾ അതിന് സാധാരണഗതിയിൽ അർത്ഥം പറയാറുള്ളത്. സ്തുതി വർഗത്തിൽ വരുന്ന എല്ലാം. സ്തുതി എന്ന് പറയുമ്പോൾ നന്ദി രേഖപ്പെടുത്തുന്നതിൻ്റെ അങ്ങേയറ്റം, പാരമ്യം എന്നാണ്. അതിനാണ് നമ്മൾ സ്തുതി എന്ന് പറയുക. സാധാരണഗതിയിൽ മനുഷ്യന്മാരെ സംബന്ധിച്ച് നമ്മൾ സ്തുതിക്കുക എന്ന് പറയാറില്ല. മനുഷ്യന്മാർക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നേ പറയാറുള്ളൂ. അതതിൻ്റെ ഒരു സ്തുതിയുടെ ചെറിയൊരംശമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നന്ദിയും സ്തുതിയും ഒക്കെ അവനാണ്. അപ്പോൾ അൽഹംദു പറഞ്ഞ സർവസ്തുതിയും, സ്തുതി വർഗത്തിൽ വരുന്ന എല്ലാം. അപ്പോൾ ഹംദ്, സ്തുതി, അൽഹംദു സർവസ്തുതിയും. ഈ അൽ എന്നോടാണ് സ്തുതി വർഗത്തിൽ വരുന്ന, ജിൻസിൽ വരുന്ന എല്ലാം എന്നർത്ഥം കിട്ടുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ എന്തുകൊണ്ടാണ് സർവസ്തുതിയും അള്ളാഹുവിനാകുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ ഫാത്തിഹ പഠിച്ചു. റബ്ബുൽ ആലമീൻ ആയതുകൊണ്ടാണ്. റബ്ബുൽ ആലമീൻ ആയതുകൊണ്ട് നമ്മൾ ഫാത്തിഹ പഠിച്ചു. ഇവിടെ അവന് സ്തുതി മുഴുവനും അള്ളാഹുവിനാണ് എന്ന് പറയുന്നതിനുള്ള ന്യായം എന്താണ്? ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വന്നൂർ. ഇതാണ് അതിനുള്ള ന്യായം. ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചതൊക്കെ അവനായതുകൊണ്ട് സ്തുതിക്ക് അർഹത അവന് മാത്രമേ ഉള്ളൂ. ഇതൊരു നമ്മൾ സാധാരണ പറയുന്ന ഒരു കിടിലൻ പ്രഖ്യാപനമാണ്, ഒരു ഉഗ്രൻ പ്രഖ്യാപനമാണ്. അൽഹംദുലില്ലാഹ്. ഇതിവിടെ ആകാശഭൂമികളെ പടച്ചു, അതിലുള്ള സകല സംവിധാനങ്ങളെയും ഒരുക്കിയതാണ് റബ്ബുൽ ആലമീൻ നമ്മൾ അവിടെ പഠിച്ചത്. അപ്പം ഇതൊരു വിശ്വാസിയുടെ നിരന്തരമായ സ്വഭാവമായിരിക്കണം. അവൻ ഈ സ്തുതി അള്ളാഹുവിനെ സമർപ്പിക്കുക എന്നുള്ളത്. അതിന് ന്യായങ്ങളേ ഉള്ളൂ, അതിനുള്ള ന്യായങ്ങളേ ഉള്ളൂ മനുഷ്യന്. പിന്നെ ഇത് ഖുറൈശികളെ കൂടി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാരണം, അവർ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവർ വഴിവഴച്ചു പോയിട്ടുണ്ടെങ്കിലും ഹജ്ജ് ചെയ്യും, നേർച്ച നടത്തും, ഒക്കെ ചെയ്യാറുണ്ട്. ചില ദീനിൻ്റെ ആചാരങ്ങൾ അവർ ചെയ്യും. പക്ഷെ അതും അതിൻ്റെ ശരിയായ പ്രവാചകന്മാരുടെ മാതൃകയിലൊന്നും ആവില്ല. അവരുടേതായ കുറേ രീതികളുണ്ടാകും.
അതിൽപ്പെട്ട ഒന്നായിരുന്നു അവർ ഹജ്ജോ ഉംറയോ നെയ്യത്ത് ചെയ്തുകൊണ്ട് പുറപ്പെട്ട ലബ്ബൈക്ക ചൊല്ലുന്ന ഒരു രീതി. ഇസ്ലാം പഠിപ്പിച്ച ഒരു ലബ്ബൈക്ക് ഉണ്ടല്ലോ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്. ഷിർക്കിൽ നിന്നുള്ള പൂർണ്ണമായ മുക്തിയാണത്. പക്ഷെ ആ ലബ്ബൈക്ക ചൊല്ലുന്നതിൽ പോലും അവർ ഷിർക്ക് ബഹുദൈവത്വപരമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അവർ ചൊല്ലിയത് ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് പങ്കുകാരില്ല, ഇല്ലാ ശരീക്കൻ ഹുവ ലക, നിനക്കുള്ളവരായ പങ്കുകാരല്ലാതെ വേറെ ആരുമില്ല. ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീക്കൻ ഹുവ ലക, നിനക്കുള്ള ശരീക്കല്ലാതെ പങ്കാളി അല്ലാതെ വേറെ പങ്കാളികളൊന്നുമില്ല. തംലിക്കുഹു വമാ മലക്, നീ അവനെ അധീനപ്പെടുത്തുന്നു, അവൻ അധീനപ്പെടുത്തിയതിനെയും നീ അധീനപ്പെടുത്തുന്നു. എല്ലാത്തിൻ്റെയും റബ്ബുൽ ആലമീൻ നീയാണ്, എന്നാലും നിനക്കുള്ള ചില പങ്കാളികളുണ്ട് എന്ന രീതിയിലുള്ള തെൽബിയത്തായിരുന്നു അവർ ഉംറക്കും ഹജ്ജിനുമൊക്കെ നെയ്യത്ത് ചെയ്താൽ ചൊല്ലിയിരുന്നത്. അഥവാ ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങളിലൊക്കെ അവരുടെ വക കുറേ കൂട്ടിച്ചേർക്കലുകൾ. അപ്പം ഇതുകൂടി ഒരു കാരണമാണ് സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ, പിന്നെയും കാഫിറുകൾ അവരുടെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം സമന്മാരെ സ്വീകരിക്കുന്നു എന്ന പ്രഖ്യാപനം. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് എന്നതൊരു വിശ്വാസിയുടെ നിരന്തരമായ സ്വഭാവമാണല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയുക അല്ലേ. എന്തിനൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തീരാത്ത അത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. അപ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ഇവിടെ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ ഈ അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സൂറകളുണ്ട്. അതൊക്കെ നമ്മൾ ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഏതൊക്കെയാണ് അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങിയ സൂറകൾ എന്നൊന്ന് മുസാഹിഫ് മറിച്ച് നോക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് അവസാനിച്ച കുറേ സൂറകളുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ മുസാഹിഫ് മറിച്ച് ഓരോ സൂറയുടെയും അവസാനം പരിശോധിക്കണം. ഒരു 10 മിനിറ്റ് ചിലവാക്കിയാൽ വലിയൊരു പുണ്യകർമ്മമായിരിക്കും. സൂറത്തു സുമർ അവസാനിച്ച എങ്ങനെ? സൂറത്തു സുമർ അവസാനിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൽ കഹ്ഫ് തുടങ്ങിയത് അൽഹംദുലില്ലാ എന്നുള്ളത് കൊണ്ടാണ് നമുക്കറിയാം. സൂറത്തു ഫാത്തിർ തുടങ്ങിയിരിക്കുന്നത് അൽഹംദുലില്ലാ കൊണ്ടാണ്. ഇങ്ങനെ അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങിയിരിക്കുന്ന സൂറകൾ, അൽഹംദുലില്ലാ കൊണ്ട് അവസാനിച്ചിരിക്കുന്ന സൂറകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു വായന, ഒരു പഠനം, അത് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു പുണ്യകർമ്മമായിരിക്കും. സൂറത്തു ഫാത്തിർ അൽഹംദുലില്ലാഹില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള, അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ പടച്ചവനായ അല്ലാഹുവിനെ. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ പഠനം എന്നുള്ളതൊക്കെ നടത്തുകയാണെങ്കിൽ അതൊരു വലിയ പുണ്യകർമ്മമായിരിക്കും. അതോടൊപ്പം സൂറത്തു അൻആമിലെ 1-ാമത്തെ ആയത്ത് ഹംദാണല്ലോ, അതൊരു സ്തുതിവാക്യമാണ്, ഒരു ദിക്ർ കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ ഒന്നും കാണാതെ പഠിച്ചാലേ വളരെ എളുപ്പമുണ്ട്. അതൊരു വലിയ ഇബാദത്ത് കൂടിയായിരിക്കും. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വൻ നൂറ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. നമുക്കറിയാത്ത യഅദിലൂ എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ അത്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണാതെ പഠിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നാളെ വരുമ്പോൾ ആദ്യം ബാപ്പുട്ടിനെ കൊണ്ട് തന്നെ ചൊല്ലിപ്പിക്കും. ബാപ്പുട്ടിയാണ് എപ്പോഴും എൻ്റെ നേരെ ഉണ്ടാവുക. റേസേ പഠിക്കാൻ പ്രയാസമുണ്ടോ? ഇത് പഠിച്ചു തരൂലേ? ഇപ്പോൾ പഠിച്ചിക്കണോ എന്ന് ഇജ്ജ് നോക്കും വേണം. നേൽപ്പിച്ചിരിക്കണം. അപ്പോൾ അത് ഒരു വലിയ ഇബാദത്തല്ലേ. നമ്മളൊരു ഖുർആനിലൊരായത്ത് നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാ. അപ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വൻ നൂറ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. അപ്പോൾ ഹംദ് അല്ലാഹുവിന് എന്നുള്ളതിൻ്റെ നീതി, അതിനുള്ള ന്യായമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ദിക്റുകൾ അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, ഇങ്ങനെ ഉണ്ടല്ലോ, ഇൻഷാ അല്ലാഹ്, ഇലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ നമ്മളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ച് ഹംദ് പറയാൻ ഒന്ന് നമ്മളുടെ കൂടെ പഠിച്ചവരും സഹപ്രവർത്തകരുമായിട്ടുള്ള ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത വെളിച്ചം ഹിദായത്താണ് അള്ളാഹ് നമുക്ക് മുസ്ലിം മാതാപിതാക്കളിലൂടെ നമ്മളെ ജനിപ്പിച്ചു എന്നുള്ളത്. നമ്മളെ സഹപ്രവർത്തകരെ
അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചവരെ, നമ്മുടെ സുഹൃത്തുക്കളെ, അയൽവാസികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഷിർക്കിലും കുഫറിലും. അപ്പോൾ നമുക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്ത് എത്ര അൽഹംദുലില്ലാഹ് പറയണം, എത്ര അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ പേരിൽ ദീനുൽ ഇസ്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രത്യേകം ത്യാഗം ചെയ്തിരിക്കണം, എന്തെങ്കിലും പ്രയാസപ്പെട്ടിരിക്കണോ? ഇല്ല. നമുക്ക് ജന്മനാ അങ്ങോട്ട് തന്നിരിക്കാം. മാഷാ അല്ലാഹ്. എത്ര പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് ബോധപൂർവം പ്രഖ്യാപിക്കും. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ലോകത്തുണ്ടാകുമോ? ഇത്ര സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്ന പ്രദേശം, സ്വതന്ത്രമായിട്ട് ആശയപ്രചരണം നടത്താം, മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം, ഇതാര് തന്നത്? അൽഹംദുലില്ലാഹ്. വടക്കേ ഇന്ത്യൻ സഹോദരന്മാരൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ലോകത്തിൻ്റെ ഇപ്പോൾ ഫലസ്തീനിൽ ജീവിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും അല്പം ഒരു വിയർക്കാനും പ്രയാസപ്പെടാതെ ഐറ്റങ്ങളൊക്കെ അനുഭവിക്കണം പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര വട്ടം അൽഹംദുലില്ലാഹ് എന്ന് പറയണം? ജീവിക്കാനുള്ള അത്യാവശ്യം സൗകര്യങ്ങൾ, ആരോഗ്യം. അൽഹംദുലില്ലാഹ്. വൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള. ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത് അവനാ, അതുകൊണ്ട് അവന് സർവസ്തുതിയും. വജഅലൽ ളുലുമാതി. ഇരുട്ടുകളെ നിശ്ചയിച്ചത് അവനാ. രാപ്പകലുകളില്ലെങ്കിൽ, ഇരുട്ടും പകലും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമാണ്. നമ്മൾ സൂറത്തു ആൽ ഇംറാന്റെ അവസാനം ഓതാറില്ലേ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ഈ രാപ്പകലുകൾ മാറി മാറി വരുന്നത് കൊണ്ട്, ഈ രാത്രി വരുമ്പോൾ ഒന്ന് ഉറങ്ങി നീക്കണം. അതൊരു വല്ലാത്ത മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായ അവസ്ഥയാണ്. അതിന് കഴിഞ്ഞോടുകൂടി പിന്നെ നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക്, ഇനി പുതിയ ദിവസം. ഇപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തിലും ആവേശത്തിലും ഈ പകല്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കണം. ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വന്നൂറ. ഇരുട്ടിനെയും വെളിച്ചത്തിനെയും നിശ്ചയിച്ചു. സുമ്മല്ലദീന കഫറു. കാഫിറുകൾ പിന്നെയും, പിന്നെ അല്ലദീന കഫറു നിഷേധിച്ചവർ, ബി റബ്ബിഹിം തങ്ങളുടെ റബ്ബിനെ കൊണ്ട്, യഅദിലൂൻ സമന്മാരെ ഉണ്ടാക്കുന്നു, സമന്മാരാക്കുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നാളത്തേക്ക് അതെല്ലാവരും കാണാതെ പഠിക്കുമാണ്. നാളെ അതിൻ്റെ അർത്ഥം പറയും. ഈ കുഞ്ഞു ക്ലാസ്സൊക്കെ ഒരു പുതിയ രീതിയിലാണ്. അല്ലെങ്കിൽ എനിക്കൊരു പണിയാകുക എന്നല്ലാതെ ചിലവരിങ്ങനെ അഷറഫൊക്കെ ചിലപ്പോൾ വല്ലാതെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് അല്ലാതെ എന്താ അറിയോ, എനിക്ക് പണിയാവും. അത് മാത്രം പറ്റൂല. ഇത് നാളെ മുതൽക്ക് അതോ നാളെ മുതൽക്ക് നമ്മൾ പുതിയ രീതിയിലാണ് പഠിപ്പിച്ച, ചോദ്യം ചോദിക്കുക. അപ്പോഴല്ല അതിനൊരു ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാളെ ഇതിൻ്റെ അർത്ഥം ഒന്ന് പറയേണ്ടി വരും. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നിർത്താം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനായ അള്ളാഹുവിൻ്റെ സർവസ്തുതിയും. എളുപ്പ ലളിതമായ സംഗതിയുള്ളൂ. വജഅലൽ ളുലുമാതി വന്നൂർ. ളുലുമാത്ത് നമുക്ക് അറിയണ ഒരു വാക്കല്ലേ, ഇരുട്ട് അല്ലേ. വന്നൂർ, നൂറ് പറഞ്ഞാൽ വെളിച്ചം. വെളിച്ചത്തെയും ഇരുട്ടിനെയും സംവിധാനിച്ചവൻ. ജഅലന സാന്ദർഭികമായി സംവിധാനിച്ചവൻ, ഉണ്ടാക്കിയവൻ, പടച്ചവൻ എന്നൊക്കെ നമ്മൾ അതിനർത്ഥം പറയാറുണ്ട്. ഇരുട്ടുകളെയും വെളിച്ചത്തെയും സംവിധാനിച്ചവനും അവനാണ്. സുമ്മല്ലദീന കഫറു. കാഫിർ പിന്നെയും നിഷേധിച്ചവർ, ബി റബ്ബിഹിം തങ്ങളുടെ റബ്ബിനെ കൊണ്ട്, യഅദിലൂൻ സമന്മാരെ ഉണ്ടാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിലും അവൻ്റെ പൊരുത്തത്തിലും ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد والحمد لله.